ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല എന്നൊക്കെയുള്ള ഒത്തിരി ടോക്കുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ആ, വായിച്ചിട്ടും ഉണ്ടാവും, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ ഉള്ളത്. അതിനൊരു നല്ലൊരു ഉദാഹരണമായിട്ട് ബൈബിളിലെ ഒരു വലിയ സംഭവം നമ്മളൊന്ന് ഒരുമിച്ചൊന്ന് ധ്യാനിക്കാൻ വേണ്ടി പോകണം. ചെറിയൊരു സമയമുള്ളൂ. ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ, ആദ്യത്തെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ ഒരു രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഹാഗാറും മകൻ ഇസ്മായിലും. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അബ്രഹവുമായി ബന്ധപ്പെട്ട, സാറായുമായി ബന്ധപ്പെട്ട, കുഞ്ഞുങ്ങളുണ്ടാവാത്ത പ്രശ്നങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ 21-ാമത്തെ അധ്യായത്തിൽ ഇസ്മായിലിനെ പുറന്തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദൈവം ഉപേക്ഷിച്ച് കളയുന്നില്ല, ആരൊക്കെ പുറന്തള്ളി കളയുമ്പോഴും കർത്താവ് ഒരാൾക്ക് കൂട്ടായിട്ട് എപ്പോഴും കാണുന്ന ഒരു ബോധ്യം കിട്ടുന്ന ഒരു അനുഭവമാണ്. നിങ്ങളിത് വായിച്ച് നോക്കുമ്പോഴേ ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്ട്രഗിളുകളിൽ നമുക്കിങ്ങനെ മനുഷ്യരിൽ നിന്നോ സിറ്റുവേഷൻസിൽ നിന്നോ അത്രയധികം കണ്ട് സ്നേഹിച്ച മനുഷ്യരിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു റിജക്ഷൻ വന്ന് ചങ്ക് പൊട്ടിപ്പോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള മനുഷ്യരുണ്ടാവും. പക്ഷെ നിങ്ങളെ, എനിക്ക് തോന്നുന്നു, ഈശോ നിങ്ങളെ പിടിച്ചു നിർത്താൻ പോകുന്നത്, ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ബോധ്യത്തിലാണ്. അപ്പനോ അമ്മയോ ജീവിത പങ്കാളിയോ ഏറ്റവും അടുത്ത് സ്നേഹിച്ച, നിങ്ങൾ ഹൃദയത്തിൽ ഇടം കൊടുത്ത ഒരാൾ പോലും നിങ്ങളെ ഉപേക്ഷിച്ച് പുറന്തള്ളി കളയുമ്പോഴും കർത്താവ് നിങ്ങളെ പുറന്തള്ളില്ലെന്ന് ഒരു ഒരു വിശ്വാസത്തോടെ അത് ഉള്ളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ ഈ വചനഭാഗം ഒന്ന് വായിക്കാൻ. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇസ്മായിലിനെ ഇങ്ങനെ പുറന്തള്ളിക്കളയുന്നത്, അമ്മേനെയും മകനെയും കൂടെ പുറത്തോട്ട് വിടുന്നത് പല സാഹചര്യങ്ങളാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിളിലൂടെ, ഒരു റിജക്ഷനിലൂടെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വായിച്ചു നോക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. 21-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അവൾ അവിടെ നിന്ന് പോയി ബെർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. അമ്മേനെയും മകനെയും ഇങ്ങനെ ഇറക്കി വിടുകയാണ്. ഭയങ്കര ഒരു സങ്കടത്തിൻ്റെ ഒരു വാർത്തയാണ് നമ്മളവിടെ വായിക്കുക. അതിനകത്ത് ആദ്യം ഈ കഥാപാത്രം ഹാഗാറിന് സംഭവിക്കുന്ന സങ്കടമാണ്. അവളിങ്ങനെ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. ഒരു ലൈഫ് റിയാലിറ്റിയാണ്. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു ഏകാന്തതയിലൂടെ, ഒരു ടോട്ടൽ റിജക്ഷനിലൂടെ, ഒരു ലോൺലിനെസ്സിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് ഇമാജിൻ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു മരുപ്രദേശത്ത് അറ്റമില്ല, തുടക്കമില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല, ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ചില സമയത്ത് മനുഷ്യർ അങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ പോകാറുണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മൾ അത്രയും വിശ്വസിച്ച ഒരാൾ, അത്രയും സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കണം, നിങ്ങളെ പറ്റിച്ച് കടന്നു പോകണു. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം, എല്ലാ പച്ചപ്പും ഉണങ്ങുകയാണ്, എല്ലാ പ്രതീക്ഷയും അവിടെ അസ്തമിക്കുകയാണ്. അത്രയും നേരം ചുറ്റും ഉണ്ടായിരുന്ന ആ കളർഫുൾ ലൈഫൊന്നും പിന്നെ കാണുന്നില്ല. പിന്നെ ഈ മരുഭൂമി മാത്രമാണ്. എന്താ ചെയ്തതെന്നറിയില്ല, അലഞ്ഞു നടക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മനുഷ്യരെ. അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത റിജക്ഷൻ. കാരണം ഒരു സ്നേഹത്തെക്കാൾ ഭയങ്കരമാണല്ലോ ചിലപ്പോൾ അതിൻ്റെ റിജക്ഷൻ. ലവ് ആൻഡ് ദ പെയിൻ ഓഫ് സെപ്പറേഷൻ എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? സ്നേഹം ഭയങ്കരമാണ്, അതുപോലെ ഭീകരമാണ്. അതിനെക്കാട്ടും ഭീകരമാണ് ചില സമയത്ത്. മീൻസ് സ്നേഹം ഭീകരമെന്നല്ല, ഈ സ്നേഹിച്ചങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ നല്ല എളുപ്പമാണ് കാര്യങ്ങൾ. സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു പെയിനല്ലേ ഈ ഒരു റിജക്ഷൻ. ചില ആളുകൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. വൈ ഡിഡ് യു ഗോ? ഞാൻ എന്തിനു പോയി എന്ന് നമുക്കൊന്ന് ചോദിക്കാൻ പോലും അവസരമില്ല. എന്തിനവർ പോയെന്ന് പോലും അവർ നമ്മളോട് പറഞ്ഞും തരുന്നില്ല. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പച്ചപ്പങ്ങ് മാറി മൊത്തം മരുഭൂമിയായിട്ടാണ്. നമുക്കൊന്നും കാണാൻ പറ്റണില്ല, അലഞ്ഞു നടക്കാണ്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അതിനെ, ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചില ചില ലഹരികളിലേക്ക് പോകും, ചില സ്വയം നശീകരിക്കുന്ന അവസ്ഥകളിലേക്കൊക്കെ പോകും, അലഞ്ഞു നടക്കുന്ന ഒരവസ്ഥ. ഹാഗാർ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ, കൂടെ അറ്റ്ലീസ്റ്റ് ഒരു കൂട്ടിനൊരു കുഞ്ഞുണ്ട്, പക്ഷെ ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സ്ഥിതി അവർക്ക്. തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ കാണും, ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, അത് മരിക്കുന്നത് കാണാനുള്ള ധൈര്യവും കൂടി ഇല്ല. അതുകൊണ്ട് ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് ഈ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ ശേഷിയില്ലാതെ ഹാഗാർ മാറി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞിൻ്റെ അവസ്ഥയാണ്. അമ്മയുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി, മരുഭൂമിയിൽ അലഞ്ഞു കിടക്കുന്നു. ഈ കുഞ്ഞിനുള്ള അവസാനത്തെ ആശ്രയം അമ്മയാണ്. ആ അമ്മ, ഓക്കെ, അമ്മയുടെ സങ്കടം അങ്ങനെയാണ്, കുഞ്ഞ് മരിക്കുന്നത് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ അവസാനത്തെ കിട്ടുന്നൊരു ചൂട്, അവസാനം കിട്ടുന്നൊരു കെട്ടിപ്പിടുത്തം, അതിന് പോലും അവകാശമില്ലാതെ ഒരു മരുപ്രദേശത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കേണ്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് കുഞ്ഞ് ഇസ്മായിൽ പോവാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി, ചിലപ്പോൾ അത്രയൊന്നും പെയിൻ, അത്രയൊന്നും ഗ്രാവിറ്റിയിലൊന്നും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ഇങ്ങനെ അനുഭവിക്കുന്ന മനുഷ്യരും ഉണ്ട്. ഏറ്റവും അവസാനമായിട്ട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ പോലും കംപ്ലീറ്റ്ലി നിങ്ങളെ റിജക്റ്റ് ചെയ്ത്, നിങ്ങളെ തെറ്റിദ്ധരിച്ച് ഈ മരണത്തിൻ്റെ സമയത്ത് പോലും ഒറ്റയ്ക്കായി പോകും. ഞാൻ കഴിഞ്ഞ വർഷം ഈ നമ്മുടെ ഓഷ്വിറ്റ്സിൽ പോയിരുന്നു. നമ്മുടെ ഓഷ്വിറ്റ്സ് ബിർക്കനോവ് ക്യാമ്പുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, നിങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകും, കുറേ പേരെങ്കിലുമൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഓസ്ട്രേലിയയിലെ ഈ ക്യാമ്പുകൾ. അപ്പോൾ അവിടെ ഒരു പിന്നെ മുറിയിൽ ഒരു ലൈക്ക് ആൾക്കാരെയൊക്കെ അങ്ങനെ പാർപ്പിച്ചിരുന്ന ഒരു മുറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒരു വാക്യം ഇങ്ങനെയുണ്ട്: എൻ്റെ കൂടെ ജീവിക്കാൻ ആരുമില്ലായിരുന്നു, ഞാൻ മരിക്കുമ്പോഴും എൻ്റെ കൂടെ ആരുമില്ല. ദർ ഇസ് നോ വൺ ടു ഡൈ വിത്ത് മീ. എൻ്റെ കൂടെ ജീവിക്കാനും ആരുമില്ലായിരുന്നു, എൻ്റെ കൂടെ മരിക്കാൻ പോലും ആരുമില്ല. ആ ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഏറ്റവും വലിയ ഏകാന്തതയെക്കുറിച്ച് അവിടെ തടവിലായിരുന്ന ഒരു വ്യക്തി എഴുതി വെച്ചതാണ്.
ജീവിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ആരുമില്ല, മരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. ഇസ്മായിലിനെ മാത്രമായിട്ട് ഓർക്കണ്ട, ചിലപ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടുന്ന വേദനകളിൽ നമ്മളിങ്ങനെ കരയും, കർത്താവെ എൻ്റെ കൂടെ കരയാൻ പോലും ഒരാളില്ലല്ലോ, എന്നെ ആശ്വസിപ്പിക്കാനോ ഇതൊന്ന് കാണാൻ പോലും ഒരാളില്ലല്ലോ എന്ന്. ഇസ്മായിൽ ഒരു കുഞ്ഞു വാവ, ഒരു കുഞ്ഞു പയ്യൻ അങ്ങനത്തെ ഒരു സകലിലൂടെ കടന്നു പോവാണ്. 16-ാം വാക്യം ഇങ്ങനെയാണ്: കുഞ്ഞു മരിക്കുന്ന എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരത്ത് ചെന്ന് നിന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. ആരും അടുത്തില്ല എന്ന് മാത്രമല്ല, അടുത്ത് നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പോലും, അവർക്ക് അവരുടേതായ കാരണങ്ങളായിരിക്കാം, അവർ തിരിഞ്ഞു നിൽക്കുകയാണ്, മൈൻഡ് ചെയ്യണില്ല. എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഹെൽപ്ഫുൾ ആവുമെങ്കിൽ തുടർന്ന് കേൾക്കുക, ഇല്ലെങ്കിൽ ഇത് വിട്ട് കളഞ്ഞേരെ. ചിലർക്ക് ഇത് കേരളത്തോളം എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇത് ബാധകമല്ല. നിങ്ങൾക്കിത് ബാധകമാകുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞത് സ്വീകരിക്കുക. 16-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആരുമില്ല സഹായിക്കാനോ കൂടെ നിൽക്കാനോ, കൂടെ നിന്ന് മരിക്കാനോ ഒരാളില്ല. ഒരു മനുഷ്യൻ്റെ, ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയുടെ അവസാനത്തെ ആശ്രയം ഇതാണ്. ഇത് കേൾക്കുമെന്നറിയില്ല, പക്ഷേ നിലവിളിക്കുക. ചിലപ്പോൾ രാവും പകലും കിടന്ന് നിലവിളിക്കുക. മുറിയൊന്ന് അടച്ചിട്ടിട്ട് തലയണ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുക. കാരണം വേറെ ഒന്നും സഹായിക്കാനോ സ്നേഹിക്കാനോ പരിഗണിക്കാനോ വേദന കാണാനോ ആരുമില്ല. അവസാനത്തെ ഒരു ആശ്രയം ഇതാണ്. കരഞ്ഞെങ്കിലും ആ കണ്ണുനീരുകളിലൂടെ അതങ്ങ് കഴുകിത്തീരുക. ചിലപ്പോൾ കണ്ണ് തെളിഞ്ഞ് കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും, ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഈ വീർപ്പ് മുട്ടി വെച്ചിരിക്കുന്നത് പൊട്ടിത്തകർന്നങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. മനുഷ്യർ കടന്ന് നിലവിളിക്കും. എൻ്റെ പേഴ്സണൽ സജഷൻ ഇങ്ങനെയാണ്: നിങ്ങളുടെ ചുറ്റും അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒട്ടും സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും allow them to cry, അവരെ ഒന്ന് കരയാൻ അനുവദിക്കുക എന്നുള്ളത് വല്ലാത്തൊരു അനുഗ്രഹമായിരിക്കും. അത് അവർക്കൊരു റിലീഫാകും. കുഞ്ഞ് അപ്പുറത്താരാ കേൾക്കുന്നതെന്നൊന്നും അറിയില്ല, ഈ കരച്ചിൽ ഉത്തരം കിട്ടുമെന്ന് അറിയില്ല, ബട്ട് ഹി സ്റ്റാർട്ടഡ് ടു ക്രൈ. കരഞ്ഞു. പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന അടുത്ത വചനം ഇങ്ങനെയാണ്: കർത്താവ് ആ കരച്ചിൽ കേട്ടു. നമുക്ക് ചോദിക്കാം, കർത്താവെ ഈ ഇറക്കി വിട്ടത് നീ കണ്ടില്ലേ, ഒഴിവാക്കിയത് നീ കണ്ടില്ലേ, നിന്നോട് ചോദിച്ചിട്ട് ആരംഭിച്ച കാര്യങ്ങളല്ലേ, ഞാനിത് സ്ട്രഗിൾ ചെയ്യുമ്പോഴോ ഇതെൻ്റെ കൺമുമ്പിൽ നിന്ന് പൊട്ടി തകർന്നു പോകുമ്പോഴോ ഇയാൾ എന്നെ വിട്ട് കളയാൻ പോകാമെന്നും എല്ലാം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, നീ എന്നെ കാണാഞ്ഞ്. നമ്മുടെ ചോദ്യങ്ങൾ 100 കണക്കിനായിരിക്കും, ഉത്തരം ഒന്നാണ്: കർത്താവ് കണ്ടു. ഇതിൻ്റെ ഓരോ സ്റ്റേജും കുഞ്ഞെ കർത്താവ് കണ്ടിട്ടുണ്ട്. നീ അനുഭവിച്ച റിജക്ഷനും, നീ കൈ കൊടുത്തതും, ആ കൈ പിടിച്ച് ഞെരിച്ചതും, അതിനേക്കാൾ വേദനയിൽ നിൻ്റെ നെഞ്ച് ഞെരിഞ്ഞ് പെടഞ്ഞതും, ഐ ടെൽ യു, നിൻ്റെ ഈശോ കണ്ടിട്ടുണ്ട്. നിൻ്റെ കരച്ചിൽ കർത്താവ് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. 17-ാം വാക്യം: കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞുമക്കളെ, സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ എങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണേലും അച്ഛന് പറയാനുള്ളതാണ്: കരഞ്ഞോ. ആരുടെയും മുമ്പിലല്ല, ഈശോയുടെ മുമ്പിൽ. കാരണം നിങ്ങൾ കരഞ്ഞാൽ ഉത്തരം തരുമെന്ന്, കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരൊറ്റയാൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഈശോ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് സജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ അനുഭവങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ കണ്ണുനീരുകളിൽ നിലവിളിച്ചപ്പോൾ ഉത്തരം തന്ന, കേട്ടു എന്നെനിക്ക് ഉറപ്പ് കിട്ടിയത് ഈശോയിൽ നിന്ന് മാത്രമാണ്. മാനുഷികമായിട്ട് ചിലപ്പോൾ നമ്മുടെ അപ്പൻ കേൾക്കാം കുറച്ച് നേരം, അമ്മ കുറച്ച് നേരം കേൾക്കാം, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് കേൾക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ കേൾക്കാം കുറച്ച് നേരത്തേക്ക്, ബട്ട് നോട്ട് ഫോർ എവർ. എപ്പോഴും അവർക്കിങ്ങനെ കേട്ടോണ്ടിരിക്കാനോ എപ്പോഴും ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്കാണെങ്കിൽ നമ്മുടെ സങ്കടം തീരുന്നുമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വിഷമം പറയുമ്പോൾ, എടാ ഇതന്നെ അല്ലടാ നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇത് തീർന്നില്ലേ, നിനക്ക് ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റണില്ലേ? ഇല്ല, നമുക്ക് പറ്റുന്നുണ്ടാവില്ല, അത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ അപ്പനും മനസ്സിലാവില്ല, ജീവിത പങ്കാളിക്ക് മനസ്സിലാവില്ല, മക്കൾക്കും ബെസ്റ്റ് ഫ്രണ്ട്സിനും മനസ്സിലാവില്ല നമ്മൾ കടന്നു പോകുന്നത്. അത് മനസ്സിലാവുന്ന ഒരാൾ, എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണേ. നിൻ്റെ ഈ നിലവിളി, നീ കരഞ്ഞത് എന്തിനാണെന്നും ഈ നിലവിളിക്ക് ഉത്തരം തരാനും കണ്ണുനീര് തുടയ്ക്കാനും ഒക്കെ പറ്റുന്നത് ഈശോയ്ക്ക് മാത്രമേ ഉള്ളതുകൊണ്ട് ജസ്റ്റ് വെൻറ്റ് ഔട്ട്, കരഞ്ഞു. ഈശോയുടെ അടുത്ത് ഇത് പോയി തുറന്ന് കരഞ്ഞു. ഉറപ്പിതാണ്, ഈശോ ഇത് കേട്ട് കഴിഞ്ഞു, കേൾക്കും എന്നുറപ്പാണ്. ഈ ഇസ്മായിലിൻ്റെ കരച്ചിൽ കേട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു: ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. ഈ കരച്ചിലിനിടയിലാണ് നമ്മളൊരു ദൂത് കേൾക്കുക. നീ പേടിക്കേണ്ട, നീ കരയണ്ട. ഒത്തിരി വേദനിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഒരു വചനം കിട്ടുക. ഒത്തിരി സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു ആത്മീയ ലീഫ്ലെറ്റ്, ഒരു ലേഖനം നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. ഒത്തിരി ഇനി വേണ്ട, തീർത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓൺലൈനിൽ ഒരു സജഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വീഡിയോ, ഒരു വചന ശുശ്രൂഷ കയറി വരിക. ഒരു ദൂതൻ വരിക: ഹാഗാർ, നീ പേടിക്കണ്ട, നീ കരയണ്ട. ഒന്ന് ഒറ്റ നിമിഷം പിടിച്ചു നിൽക്കാൻ, ഒരു ദിവസം കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കർത്താവ് വചനത്തിലൂടെ നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കും. വ്യക്തികളിലൂടെ, എഴുത്തുകളിലൂടെ നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കും. ഹാഗാർ എഴുന്നേറ്റ് കുട്ടിയെ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദൈവം അവളുടെ കണ്ണ് തുറന്നു എന്നാണ് 19-ാമത്തെ വാക്യം വായിക്കുക. 20-ാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്: ദൈവം ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവൻ അപ്പോൾ കടന്ന് കരഞ്ഞപ്പോൾ മാത്രമല്ല, അവൻ ഒറ്റപ്പെട്ടപ്പോൾ മാത്രമല്ല, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓൾവേസ് അല്ല, ഇപ്പോൾ ഒരു സ്ട്രഗിളിൽ മാത്രമല്ല,
എപ്പോഴും കൂടെ ഉണ്ടാകും. ഇസ്മായിലിനെ കുറിച്ച് നമ്മൾ പിന്നീട് അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പുസ്തകങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നില്ല. പക്ഷേ ഈ ഒരൊറ്റ ബോധ്യം അത്രയും വായിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുക ഇസ്മായിലിനെ കുറിച്ച്. കാരണം ബാക്കിയെല്ലാം വായിക്കേണ്ടത് ഈ വചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിട്ടാണ്. ദൈവമേ, ഞാൻ ഒറ്റപ്പെട്ടപ്പോഴും എൻ്റെ അമ്മയോ അപ്പനോ പോലും എന്നെ മാറ്റി നിർത്തിയപ്പോഴും ഞാൻ വേദനിക്കുന്നത് കണ്ട് സഹായിക്കാൻ പറ്റാതെ അവരവരുടെ വിഷമത്തിൽ ചിലപ്പോൾ മാറി നിന്ന് കാണും. ചിലപ്പോൾ അവർക്ക് എൻ്റെ വിഷമം കാണാൻ പറ്റാത്ത അതിനുള്ളൊരു ശേഷി അവർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഐ വാസ് ടോട്ടലി എലോൺ, ഐ വാസ് ബ്രോക്കൺ. ഞാൻ നിങ്ങൾ കീറി മുറിഞ്ഞ് നിൽക്കുകയായിരുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ കണ്ണുനീര് കണ്ടു, എൻ്റെ നെഞ്ച് പിടയുന്നത് നീ കണ്ടു. ഐ താങ്ക് യു. എന്നെ നീ കയ്യിലെടുത്തു, നീ എന്നെ ഇനി മുന്നോട്ട് നയിക്കുമെന്ന് എനിക്കറിയാം. ഈ പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗോ എഹെഡ്. ഈശോയുടെ കൈപിടിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഈശോയുടെ സ്നേഹത്തിൽ, ശക്തിയിൽ മുമ്പോട്ട് പോകണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒറ്റപ്പെടലിൽ, ഈ വേദനയിൽ നീ ഒറ്റയ്ക്കായി പോവാൻ ഈശോ അനുവദിക്കില്ല. ഹീസ് ഓൾവേസ് വിത്ത് യു. പ്ലീസ് ബിലീവ്. ശക്തിയോടെ മുമ്പോട്ട് പോവുക. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.